ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഴുക്കിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഒരു ചമ്മന്തിയും ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഈ ചൂട് കാലത്തൊക്കെ കഞ്ഞിയുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. ഞാൻ 50 രൂപയ്ക്ക് ഇത് വാങ്ങിയതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇപ്രാവശ്യം ചക്കയില്ല. കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് വെള്ളം ഒഴിച്ച് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 3 വിസിൽ വരത്തക്ക വണ്ണം കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചക്ക ഒട്ടും കളയാനൊന്നും ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര വിലയാണിപ്പോൾ. അപ്പോഴത്തേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. ഇതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മുടെ കാന്താരി മുളകാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടി എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചും അതുപോലെ ചക്ക കൂടുതലുണ്ടെങ്കിൽ ഇതൊക്കെ കൂടുതൽ എടുക്കേണ്ടി വരും. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ഞാൻ അങ്ങനെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ചമ്മന്തിക്കായിട്ട് മാങ്ങ വെച്ചിട്ടാണ് അരയ്ക്കുന്നത്. മാങ്ങാ ചമ്മന്തി ഒരുവിധം എല്ലാവർക്കും അറിയാം, ചിലർക്കൊക്കെ അറിയാത്തതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കാന്താരി, അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില, തേങ്ങ. അടിയിൽ തന്നെ ഇടണം മാങ്ങ, എന്നാലേ നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ. ഏറ്റവും മേളിൽ തേങ്ങ ഇട്ടാൽ മതിയാകും. കുറച്ച് ഉപ്പും ഇട്ട് കാശ്മീരി ചില്ലി പൗഡറും ലേശം ഇടുന്നുണ്ട്, ഒരു കളറിന് വേണ്ടി മാത്രം കേട്ടോ. മാങ്ങ നല്ല പുളിയുള്ളതാണ്, അതുകൊണ്ട് 1.5 മുറി മാങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതിയാകും. അങ്ങനെ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ മാങ്ങ ചമ്മന്തിക്ക്. അപ്പോഴത്തേക്കും കുക്കർ 3 വിസിൽ കഴിഞ്ഞ് തണുത്തിട്ടുണ്ടായിരുന്നു. പ്രഷറൊക്കെ പോയി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചക്ക നല്ല വേവുന്ന ചക്ക തന്നെയാണ്. ഞാനതൊരു മൺപാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതിൽ കുറച്ച് വെള്ളം, ചെറിയ ചൂടുവെള്ളം, തിളപ്പിച്ചാറിയ വെള്ളമാണ്, അതും കൂടെ ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. കാരണം മൺപാത്രം ആയതുകൊണ്ട് തന്നെ അല്ല അടി പിടിക്കും. എടുത്തു വെച്ച അരപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തേങ്ങയൊക്കെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചക്കപ്പുഴുക്കും കഞ്ഞിയൊക്കെ ഈ ചൂട് കാലത്ത് നമുക്ക് കഞ്ഞിയായിട്ട് കുടിക്കുമ്പോൾ ഇങ്ങനെയുള്ള പുഴുക്കൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. മൺപാത്രം ആയതുകൊണ്ട് തന്നെ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിളച്ച് വന്നോളും. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഴുക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഞ്ഞി കുറച്ച് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. കഞ്ഞി എടുക്കുമ്പോൾ ഞാനിതിൽ കുറച്ച് തൈര് ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ കഞ്ഞി തണുത്തതിന് ശേഷം മാത്രമേ തൈര് ഒഴിച്ച് കഴിക്കാൻ പാടുള്ളൂ. ചൂടോടുകൂടി നമ്മൾ തൈര് ഒഴിക്കാൻ പാടില്ല. അങ്ങനെ കഞ്ഞിയും ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പപ്പടവും ചമ്മന്തിയും തൈരും ഒക്കെ കൂട്ടി കഞ്ഞി കുടിക്കാം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്